പിതാക്കന്മാരെ, ആദരണീയരായ വൈദികരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വചനഭാഗം തന്നെ ധ്യാന വിഷയമായി നമുക്ക് തുടരാം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൽ 10 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ വായിച്ചു. അവിടെ ഫിലിപ്പിൻ്റെ കേസരിയായിലെ ഒരു ചോദ്യം, ഞാൻ ആരാണെന്ന് എല്ലാവരും പറയുന്നു, 2 ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്നു. നമുക്കറിയാം, ഇന്ന് ചോദ്യത്തിൻ്റെ കാലമാണ്. പ്രധാനമന്ത്രിയോടുള്ള ചോദ്യം, മുഖ്യമന്ത്രിയോടുള്ള ചോദ്യം, എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുന്ന കാലമാണ്. നമുക്കറിയാം, ചോദ്യം മനസ്സിലായില്ലെങ്കിൽ ഉത്തരവും പ്രയാസമാണ്. ചോദ്യം മനസ്സിലാക്കിയാലേ ഉത്തരം കൊടുക്കാൻ പറ്റും. തമിഴ്നാട്ടിൽ നിന്നൊരാൾ ഡൽഹി ചെന്ന് അവന് ഹിന്ദി അറിയത്തില്ല, തമിഴേ അറിയത്തുള്ളൂ. അപ്പം തമിഴ്നാട്ടുകാരൻ ഡൽഹിയിലെ ഹിന്ദി ടാക്സി ഡ്രൈവറോട് ചോദിച്ചു ഒരു ചോദ്യം. അവൻ ഇന്ത്യ ഗേറ്റ് കാണണം. അവൻ തമിഴിൽ ഇളക്കി ചോദിച്ചു, ഇന്ത്യ ഗേറ്റ് തെരിയുമാ? അവൻ മനസ്സിലായി, ഇന്ത്യ ഗേറ്റ് നിൻ്റെ അമ്മയാണോ? തെരിയുമാ? അതവന് വിളിയിട്ട് അവൻ അരിശത്തോടെ പറഞ്ഞു, കുത്തപ്പിനാർ തേരാ ബാപ്പാന്നും പറഞ്ഞു അവന് ഓടിച്ചു. അപ്പം ചോദ്യം അറിയത്തില്ലെങ്കിൽ ഉത്തരങ്ങൾ പാളിപ്പോവും. ഇത് ചോദ്യങ്ങളുടെ ലോകമാണ്. ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ ഒരു ചോദ്യം. നമുക്കറിയാം, ഇന്ന് നാട്ടിൽ മുഴുവൻ ഇന്ന് ചോദ്യങ്ങളുടെ ലോകമാണ്. മലയാളിയുടെ പ്രത്യേകതയാണ്, എന്തെങ്കിലും ചോദിച്ചില്ലെങ്കിൽ എന്നാ കരുതും. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചേട്ടൻ ചോദിക്കുന്നു, ജോസഫ് അച്ഛൻ നടക്കുവാണോ? ഇതാണ് നടപ്പ്. ഓട്ടത്തിൻ്റെ ഷേപ്പ് വേറെയാണ്. എന്നാലും ചോദിക്കും, അച്ഛൻ നടക്കുവാണോ? പള്ളിയുടെ വാതിൽ തുറന്ന് പള്ളി കയറുമ്പോൾ ഒരമ്മച്ചിയുടെ ചോദ്യം, അച്ഛൻ പള്ളിയിൽ പോവാണോ? പിന്നെ പുല്ല് പറിക്കാൻ പോവാണോ? പള്ളിയുടെ വാതിലും തുറന്നിട്ട് സ്ഥാനത്തും അസ്ഥാനത്തും ചോദ്യം. ചില ചോദ്യങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ഉത്തരം എന്താണെന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. ഒരു കൊച്ചു കുട്ടി എന്നോട് ചോദിച്ചു, ജോസഫ് അച്ഛാ, ഏപ്രിൽ 1-ാം തീയതി എല്ലാവർക്കും ഭയങ്കര ചൂട്, അതിൻ്റെ കാരണം എന്നാ? ഞാൻ പറഞ്ഞു, ഗ്ലോബൽ വാർമിംഗ് ഡേ അല്ല. ഭൂമി ഇന്ത്യയോട് അടുക്കുന്നു, ഭൂമി നമ്മൾ സൂര്യനോട് അടുക്കുന്നു അല്ല. ഞാൻ പറഞ്ഞു, ഏപ്രിൽ ഫൂൾ ആയതുകൊണ്ടാണ് അല്ല. പിന്നെ എന്താ? എൻ്റെ അച്ഛോ, മനുഷ്യരെല്ലാവരും മാർച്ച് കഴിഞ്ഞ് വരികയാണ്, അതിൻ്റെ ആവിയാണ് ഏപ്രിൽ 1-ാം തീയതി. ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ചോദ്യം ചോദിക്കും. ഒരു കൊച്ചു കുട്ടിക്കൂറാടെ പൗഡട്ടിന് കയ്യിലെടുത്ത് പിടിച്ചിട്ട് പൗഡട്ടിനോട് എന്തോ ഒറ്റയ്ക്ക് ചോദിക്കുന്നു. അമ്മ ചോദിച്ചു, എന്നതാടാ നീ ചോദിക്കുന്നത്? അല്ല, ഞാൻ പൗഡട്ടിനോട് ഒരു ചോദ്യം ചോദിക്കുക. എന്താടാ ചോദ്യം? ഞാൻ ചോദിക്കുകയായിരുന്നു, കുട്ടിക്കൂറ ഈ അപ്പം കൂറായും അമ്മക്കൂറായും ഇല്ലാതെ കുട്ടിക്കൂറ എങ്ങനെയുണ്ടായി? ന്യായമായ സംശയം. അങ്ങനെയുള്ള 100 ചോദ്യങ്ങൾക്കിടയിൽ മത്തായിയുടെ സുവിശേഷം 16-ൽ ഒരു ചോദ്യം, ഞാൻ ആരെന്നാ നിങ്ങൾ പറയുന്നത്? ഒരുപാട് കളിചോദ്യങ്ങളും ഉപചോദ്യങ്ങളും ചോദിക്കുമ്പം ഒരു ചോദ്യം, ഞാൻ ആരെന്നാ നിങ്ങൾ പറയുന്നത്? 2 കൂട്ടം ഉത്തരമുണ്ട് ഇവിടെ. 1-ാമത്തെ ഉത്തരം, അവർ പറഞ്ഞു, നീ യോഹന്നൻ സ്നാപകൻ്റെ പുതിയ പതിപ്പാണ്, ഏലിയായുടെ ക്ലോണിംഗ് ആണ്, പ്രവാചകന്മാരുടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്, നീ പുതിയ ലേറ്റസ്റ്റ് എഡീഷനാണ്. ഇത് പറഞ്ഞപ്പം കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. അവിടുന്ന് ചോദിച്ചു, ഒക്കെ ശരി, പക്ഷെ ഞാൻ ആരാണെന്നാ 3 വർഷം വള്ളത്തിൻ്റെ അമരങ്ങളിൽ എന്നോടത്ത് പഠിച്ച് പ്രസംഗിച്ച നിങ്ങൾ പറ, ഞാൻ ആരാ? അപ്പോഴാണ് വലിയ മുക്കുവനായ പത്രോസ് വള്ളത്തിന് മുമ്പിലേക്ക് 1 മുഴം മുന്നോട്ടാഞ്ഞ് ഗുരുവിൻ്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞ വാക്കുണ്ട്, നീ ക്രിസ്തുവാണ്, പരമേശ്വരൻ്റെ പുത്രനാണ്. അഭിമന്റെ പിതാവ് നമുക്ക് വ്യാഖ്യാനിച്ച് തരികയായിരുന്നു. നിത്യനായ ദൈവത്തിൻ്റെ പുത്രനാണ് നീ. ആ പുത്രനെ കുറിച്ചാണ് യോഹന്നാൻ്റെ 3:14 പറഞ്ഞത്. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരുന്നു. ആരാണ് ക്രിസ്തു എന്നൊരു ചോദ്യം. 1-ാമത്തെ ചോദ്യം അറിവിൻ്റെ ഉത്തരമാണ്. അറിവിൻ്റെ ഉത്തരം. യേശുവിന് അറിവിൻ്റെ ഉത്തരം പോരാ. 2-ാമത്തെ ഉത്തരം പത്രോസ് പറഞ്ഞത് അനുഭവത്തിൻ്റെ ഉത്തരം. നമുക്ക് പൗരോഹിത്യത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ അവനെ സാക്ഷികളായി പോകുമ്പോൾ 2 വിധത്തിൽ ഉത്തരങ്ങൾ സൂക്ഷിക്കാം. 1 അറിവിൻ്റെ ഉത്തരം, 2 അനുഭവത്തിൻ്റെ ഉത്തരം. എന്താണ് അറിവ്? മത്തായിയുടെ സുവിശേഷം 7:24 മുതൽ വാക്യങ്ങൾ. അറിവ് മണൽ, അനുഭവം പാറ. അറിവ് മണലാണ്, അനുഭവം പാറയാണ്. പാറയായ അനുഭവത്തിൽ ഉറച്ച ക്രിസ്തീയ സാക്ഷികളായി നമ്മളൊക്കെ മാറുക. അപ്പം ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വളരണമെന്നാണ് തമ്പുരാൻ വിളിക്കുക. അപ്പം ഈ ഒരു ചിന്ത പത്രോസ് പറഞ്ഞപ്പം പറഞ്ഞു, ഞാൻ ക്രിസ്തുവാണെന്ന് നീ പറഞ്ഞു, ഇതാരോടും പറയേണ്ട എന്ന് പറഞ്ഞ് തമ്പുരാൻ സന്തോഷിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ കണ്ടത് 3 കൂട്ടരാണ്.
അവൻ പിറന്ന രാത്രിയിൽ 3 കൂട്ടം ആൾക്കാർ അവനെ കണ്ടു. അതിന് പറയും 3 മാർഗങ്ങൾ. 3 മാർഗങ്ങളിലൂടെ ക്രിസ്തുവിനെ അറിയാൻ പറ്റും. 1 കർമ്മമാർഗം, 2 ജ്ഞാനമാർഗം, 3 ഭക്തിമാർഗം. 3 മാർഗങ്ങളിൽ ക്രിസ്തുവിനെ അറിയാം. 1 കർമ്മമാർഗം. ഏത് പണി തന്നോ ആ പണി വിശ്വസ്തയോടെ ചെയ്യുക, കർമ്മമാർഗം. ആട്ടിടയന്മാർക്ക് ഒരു പണിയേ ഉള്ളൂ, ഉറക്കളച്ച് ആട്ടുംകൂറ്റത്തെ പോറ്റുക. ആ പണി വിശ്വസ്തയോടെ ചെയ്തു, അവർക്ക് രക്ഷകനെ കാണാൻ ഭാഗ്യം ലഭിച്ചു. എത്ര ചെറുതും വലുതുമാകട്ടെ, കൊച്ചു പള്ളിയാകാം, വലിയ പള്ളിയാകാം, എൻജിനീയറാകാം, അടുക്കള പണിക്കാരിയാകാം, നേഴ്സാകാം, വനിതാ പോലീസാകാം, ആരുമാകട്ടെ, ഏൽപ്പിച്ച പണിയോട് നമ്മൾ വിശ്വസ്തത കാണിക്കണം. എത്ര ചെറുതും വലുതുമാകട്ടെ, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തത. ആ വിശ്വസ്തയുള്ളവർ ക്രിസ്തുവിനെ കാണും. ആട്ടിടയന്മാർ വിശ്വസ്തയോടെ ഉറക്കളച്ചു, അവർ ക്രിസ്തുവിനെ കണ്ടു. സഹോദരിമാരെയൊക്കെ ഓർക്കണം. പാത്രം തേച്ച് കഴുകുമ്പോഴും തല തുടയ്ക്കുമ്പോഴും മുറിക്കവും വൃത്തിയാക്കുമ്പോഴും ഓർക്കുക, ദൈവം തന്ന ജോലിയാണ്. ഓരോ പാത്രവും കഴുകുമ്പോൾ വിശുദ്ധരായ സ്ത്രീകൾ പണ്ട് പറഞ്ഞു, ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിനും പാപികളുടെ മാനസാന്തരത്തിനും കെട്ടിയവൻ്റെ തലതിരിവിനും അമ്മായിമ്മയുടെ മനം തിരിവിനും മക്കളുടെ പെരുമാറ്റത്തിനും ഈ ചെളി, ഈ പുക, ഈ കരി ഇങ്ങനെ പോട്ടെ, അങ്ങനെ കഴുകാം. രണ്ടാമതും കഴുകാം. മുടിഞ്ഞ ഇടപാട്, ഒടുക്കത്തെ പുക, അവസാന കരി ഒടുങ്ങി പോകത്തേ ഉള്ളൂ. 2 രീതിയിൽ കഴുകാം. ഏൽപ്പിച്ച പണി എത്ര ചെറുതാണേലും എത്ര വലുതാണേലും അതിനോട് വിശ്വസ്തത കാണിക്കുക, കർമ്മമാർഗം. 2 ജ്ഞാനമാർഗം. എന്താ ജ്ഞാനമാർഗം? ജ്ഞാനികൾ നക്ഷത്രത്തിൻ്റെ ചലനം പഠിച്ചു, കൃത്യമായി പഠിച്ചു. നക്ഷത്രം ചലിക്കുന്ന പാതകൾ കൃത്യമായി പഠിച്ചു, അറിവിൽ വളർന്നു. അവർ ആ നക്ഷത്രം കണ്ട് പുൽത്തൊഴുത്തിൽ ദിവ്യശിശുവിൻ്റെ അടുക്കലെത്തി. നമുക്ക് വായനയും അറിവും പഠനവും വേണം. സഭയെക്കുറിച്ച്, വിശുദ്ധ പാരമ്പര്യങ്ങളെക്കുറിച്ച്, വേദപുസ്തക വ്യാഖ്യാനങ്ങളെക്കുറിച്ച്, ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ശരിക്കും അറിവ് വേണം. മുറിവൈദ്യൻ ആളെ കൊല്ലും. സഭയെ വിമർശിക്കുന്നവർ, ക്രിസ്തുവിനെ വിമർശിക്കുന്നവർ, പാരമ്പര്യങ്ങളെ വിമർശിക്കുന്നവരൊക്കെ ഉണ്ട്. സമൂഹത്തിൽ കാണുന്ന എല്ലാ സഭകളിലും ഉണ്ട്. അറിവില്ലായ്മ കൊണ്ടാണ്, അറിവില്ലാത്തതുകൊണ്ടാണ്. അറിവുള്ളവർ അവരെയൊന്നും വിമർശിക്കാൻ പോവുകയില്ല, അവർ ജീവിക്കത്തേ ഉള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ, മുടങ്ങിയതിലേക്ക് മടങ്ങണമേ എന്നായിരുന്നു ഇടയ്ക്ക് ഒരു പ്രാർത്ഥന നമ്മൾ കേട്ടത്. അറിവുള്ളവർ മുടങ്ങിയതിലേക്ക് മടങ്ങുകയുള്ളൂ, ഒരു വിമർശനവും ഇല്ല. അതാണ് ജ്ഞാനമാർഗം. ശരിക്കും പഠിക്കുക, വായിക്കുക, നമ്മൾ വളരുക. 3 ഭക്തിമാർഗം. അത് മറിയം കാണിച്ചു. അവൾ മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമുക്ക് ഭക്തി വേണം, ജ്ഞാനം വേണം, ഒപ്പം കർമ്മം വേണം. ഇതെല്ലാം കൂടി ഉള്ളപ്പോൾ ക്രിസ്തുവിനെ കാണുവാൻ, അനുഭവിക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തരുന്നു. എങ്കിൽ ക്രിസ്തുവേശു ആര്? വേദപുസ്തക വ്യാഖ്യാനങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. സുവിശേഷകനായ യോഹന്നാൻ തരുന്ന മനോഹരമായ 7 ഉത്തരങ്ങളുണ്ട്. യേശു ക്രിസ്തു ആര് എന്ന ചോദ്യത്തിന് ഭാഗ്യവാനായ യോഹന്നാൻ നൽകുന്ന ഉത്തരങ്ങൾ. യേശു ക്രിസ്തുവിന് എൻ്റെ ജീവിതത്തിൽ 7 അധികാരങ്ങളുണ്ട്. കർത്താവായ യേശു ആരെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ 7 അധികാരങ്ങൾ ഉള്ളവനാണ് ക്രിസ്തു. 1 ഹിസ് പവർ ഓവർ ക്വാളിറ്റി. ഗുണമേന്മയുടെ മേൽ അധികാരമുള്ളവൻ യേശു. ഗുണമേന്മയുടെ മേൽ അധികാരമുള്ളവൻ യേശു. യോഹന്നാൻ 2:1 മുതൽ 11 വരെ. യോഹന്നാൻ 2:1 മുതൽ 11 വരെ. ഗുണമേന്മയുടെ മേൽ അധികാരമുള്ളവൻ യേശു. കാനാവിൽ ഒരു വിവാഹ വിരുന്ന്. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ക്രിസ്തുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, വീഞ്ഞില്ല. അവൾ പറഞ്ഞു, അവൻ പറയുന്ന പോലെ ചെയ്യ്. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് കൽപ്പിച്ചു. നിറച്ചു. വീഞ്ഞായി മാറിയ വെള്ളം വിരുന്നുവാഴി എടുത്തു കൊടുത്തു. അവൻ അറിഞ്ഞില്ല ഇതെവിടെ നിന്ന്. അവൻ പറഞ്ഞ വാക്കുകൊണ്ട് എല്ലാവരും മുന്തിയനും ആദ്യം വിളമ്പുന്നു, പൂസായി കഴിയുമ്പം താഴ്ന്നു തരൂ. പക്ഷെ നീ നല്ല വീഞ്ഞ് അവസാനം വരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. കാനായിൽ ഒരു വിവാഹ വിരുന്ന്. ഇതിൻ്റെ വ്യാഖ്യാനം എന്താ? അവിടെ നല്ല വീഞ്ഞ് തീർന്നുപോയി എന്നാണ് പറയുക. യോഹന്നാൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആദ്യ മധ്യ അന്ത്യത്തിൽ യോഹന്നാൻ പഠിപ്പിക്കും സമൃദ്ധി. ക്രിസ്തു ഉണ്ടോ സമൃദ്ധി, ക്രിസ്തുവില്ലേ ഒന്നുമില്ല. അതാണ് യോഹന്നാൻ്റെ സുവിശേഷ പ്രത്യേകത. 2-ാം അധ്യായത്തിൽ 6 ഭരണി
വീഞ്ഞിൻ്റെ സമൃദ്ധി. 6-ാം അധ്യായത്തിൽ 5000 അപ്പത്തിൻ്റെ സമൃദ്ധി. 21-ാം അധ്യായത്തിൽ 153 മത്സ്യത്തിൻ്റെ സമൃദ്ധി. ക്രിസ്തു ഉണ്ടോ സമൃദ്ധി? ക്രിസ്തുവില്ലെങ്കിൽ ഒന്നും തരികയല്ല. അവനുണ്ടോ സമൃദ്ധി? ദൈവസ്വഭാവം സമൃദ്ധിയല്ലേ? സമൃദ്ധിയാണ്. ഹാഗാർ ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പം ഒരു കിണർ, ഒരു ഉറവ ദൈവം കാണിച്ചു കൊടുത്തു. ദൈവസ്വഭാവമാണ് പൂ ചോദിച്ചാൽ പൂന്തോട്ടം കൊടുക്കുക. ഒരു ക്രിസ്ത്യാനി ചെറുപ്പക്കാരൻ മുസ്ലിം പെണ്ണിനെ പ്രേമിച്ചു. അവൻ്റെ പ്രേമാനുഭവം അവൻ കൂട്ടുകാരോട് പങ്കുവെക്കുക. അവൻ പറഞ്ഞു, ഒരു പൂ ചോദിച്ചപ്പോൾ അവൾ എനിക്ക് ഒരു പൂന്തോട്ടം തന്നു. ഒരു പേജ് ചോദിച്ചപ്പോൾ അവൾ എനിക്ക് ഒരു പുസ്തകം തന്നു. അവസാനം ഒരു ഉമ്മ ചോദിച്ചപ്പം ഉമ്മ മാത്രമല്ല ബാപ്പായും ആങ്ങളമാരും ഒക്കെ കൂടെ തന്നു. സമൃദ്ധിയാണ് കാണുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യമത്തെ അന്ത്യത്തിൽ ഒരു സമൃദ്ധി കാണാം. അവനുണ്ടോ സമൃദ്ധി? അവനില്ലേ ദാരിദ്ര്യം, ക്ഷാമം. വെള്ളം വീഞ്ഞാവുകയാണ്. ഇതിന് പശ്ചാത്തലം ഓർക്കണം. യഹൂദർക്ക് ഒരു പാരമ്പര്യമുണ്ട്. ഒരു യഹൂദ സ്ത്രീ പ്രസവിക്കുന്നത് പെങ്കൊച്ചാണെങ്കിൽ അവൾ ഉണ്ടാകുന്ന അന്ന് ഒരു ഭരണി വീഞ്ഞ് അവൾക്ക് വേണ്ടി അപ്പനും അമ്മയും പത്താടത്തിലോ തട്ടുംപുറത്തോ കട്ടിൽ കീഴയോ എടുത്തു വെക്കും. ഒരു ഭരണി വീഞ്ഞ്. ഓരോ ജന്മദിനത്തിലും ഓരോ ഭരണി വീഞ്ഞ്. അവരുടെ കല്യാണം നടക്കുന്നതോ ഇസ്രയേലിൽ 13-ാം വയസ്സിൽ. 13 വയസ്സാകുമ്പോൾ അവൾക്ക് വേണ്ടി 13 ഭരണി വീഞ്ഞ് എടുത്തു വച്ചിരിക്കും. ഏറ്റവും വീര്യമുള്ളത് 1-ാം ജന്മദിനത്തിലെ 13 വർഷം പഴക്കമുള്ളത്. അതിന് വിളിക്കുന്ന വാക്കാണ് മുന്തിയ ഇനം എന്നാണ് പറയുക. മുന്തിയ ഇനം. അത് കൊടുക്കുന്നത് ചെറുക്കൻ്റെ വീട്ടുകാർക്കാണ്. ചെറുക്കൻ വീട്ടുകാർക്ക് വീഞ്ഞ് കൊടുക്കാനില്ലേ പെൺവീട്ടുകാർക്ക് നാണക്കേട്. കാരണം ജോയേൽ പ്രവാചകൻ പറഞ്ഞു, നിന്റെ വീട്ടിൽ ദൈവാനുഗ്രഹം ഉണ്ട് എന്നതിൻ്റെ തെളിവ് നിന്റെ ഭരണിയിലെ തീരാത്ത വീഞ്ഞാണ്. വീഞ്ഞ് തീർന്നു പോയോ? ദൈവാനുഗ്രഹമില്ല. ഇത് കേട്ടിട്ട് ഇന്ന് രാത്രി വീട്ടിൽ ചെല്ലുന്ന കുടിക്കുന്ന കെട്ടിയവൻ ഭാര്യയോട് പറയരുത്. ജോസഫ് അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേടി? നമ്മുടെ വീട്ടിൽ ദൈവാനുഗ്രഹ തെളിവാണ് അലമാരിയിലെ തീരാത്ത ബ്രാൻഡി, കുപ്പിയിലിരിക്കുന്ന ഒഴിയാത്ത വിസ്കി. ഇങ്ങനെ ആരും വ്യാഖ്യാനിച്ചേക്കരുത്. ഒരു ചെറുപ്പക്കാരൻ കോളേജ് കുമാരൻ 5 കുപ്പി കിങ് ഫിഷർ മേടിച്ചു. അവൻ ഫീസിന് വെച്ച് തണുപ്പിച്ചു. അമ്മ ചോദിച്ചടാ, നീ കുടിയും തുടങ്ങിയോ? അമ്മയെ കുടിയല്ല, പിന്നെ ഇന്ത്യയുടെ സ്വത്ത് കട്ടുകൊണ്ട് പോയ വിജയമല്യയുടെ സ്വത്ത് ഞാൻ മരപ്പിക്കുകയാണ്, അതിനുവേണ്ടി വെച്ചിരിക്കുന്നതാ. കുടിക്കുന്നവർക്ക് ന്യായീകരണമുണ്ട്. ജോയേൽ പ്രവാചകൻ പറഞ്ഞു, നിന്റെ വീട്ടിലെ ദൈവാനുഗ്രഹത്തിൻ്റെ തീരാത്ത കൃപയുടെ അടയാളമാണ് നിന്റെ ഭരണിയിലെ ഒഴിയാത്ത വീഞ്ഞ്. ഇപ്പോൾ ഈ വീഞ്ഞ് തീർന്നു പോയോ? പെൺവീട്ടുകാർക്ക് നാണക്കേട്. ആ നാണക്കേടിൽ മറിയം പറഞ്ഞു, പുത്രൻ പ്രവർത്തിച്ചു, ഭരണികൾ നിറയ്ക്കപ്പെട്ടു. ഒരു നിമിഷം കൊണ്ട് വെളറി വെളുത്ത പച്ചവെള്ളത്തിൻ്റെ മുഖം നവവധുവിൻ്റെ സുഖം പോലെ ചുമന്നു കൊടുത്തു. വീര്യമുള്ള വീഞ്ഞായി. ഇവിടെ വിരുന്നുവാഴി പറയുന്ന വാക്കുണ്ട്. എല്ലാവരും മുന്തിയ ഇനം ആദ്യം വിളമ്പുന്നു, ലഹരിച്ച് പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എല്ലാ ജീവിതാന്തസ്സിലും മുന്തിയ ഇനമാണ് ആദ്യം വിളമ്പുക. ബാർ ഹോട്ടൽ 2 ടൈപ്പുണ്ട്. ഒന്ന് ആൾക്കാർ ഇരുന്ന് കുടിക്കുന്ന, ഇരുന്ന് കഴിക്കുന്ന ഡീസൻറ്റ് ബാർ. മറ്റൊന്ന് ഒരു കൂട്ടം ആൾക്കാർ വന്ന് നിന്ന് കുടിച്ച് മൂക്കും പൊത്തി തുപ്പിയിട്ട് പോകുന്ന തെണ്ടി ബാർ എന്നൊരു ബാറുണ്ട്. അവിടെ എന്നാ കൊടുത്താലും ഉഗ്രൻ സാധനം, ഊറ്റൻ സാധനം. എല്ലാ ജീവിതാന്തസ്സിലും നല്ലത് ആദ്യം, പിന്നീട് മോശം. അച്ഛന്മാരും അങ്ങനെയാണ്, കുടുംബജീവിതക്കാരും എങ്ങനെയാണ്. പുത്തൻ അച്ഛന്മാരെ കണ്ടിട്ടില്ലേ? അവർ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന കണ്ടാത്തൊന്നും ഈ കക്ഷിയായിരിക്കും കുർബാന സ്ഥാപിച്ചയാൾ. എത്ര ഭയഭക്തി ബഹുമാനത്തോടെ. പട്ടം കിട്ടിയ ആദ്യ കാലങ്ങളിൽ പുത്തൻ അച്ഛന്മാർ ആശീർവാദം കൊടുക്കുന്ന കണ്ടാൽ കുരിശിൻ്റെ നീളം പരലോകം മുതൽ പാതാളം വരെയാണ്. എത്ര നീണ്ട കുരിശ്! ഒരു 10-15 വർഷം കഴിഞ്ഞ് അച്ഛൻ ആശീർവാദം കൊടുക്കുന്ന കണ്ടാൽ പൂച്ച മണ്ണ് മാന്തിയ പോലെ. ഇത്രയേ ഉള്ളൂ. വീര്യം പോയി, ലഹരി പോയി. എല്ലായിടത്തും ഉണ്ട്, ദാമ്പത്യത്തിലുമുണ്ട്. കത്തോലിക്ക സഭയിൽ 50 നോയമ്പിൽ ഒരു ഭക്തകർമ്മമുണ്ട്, കുരിശിൻ്റെ വഴി എന്നാണ് പറയുക. ഇപ്പം ഒരു 50 നോയമ്പിൽ ഒരു വെള്ളിയാഴ്ച ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഞാൻ ചായ കുടിക്കാൻ ചെന്നു. വൈകിട്ട് 5:30 ധ്യാനം, 5 മണിക്ക് കുരിശിൻ്റെ വഴി. ഞാൻ പള്ളിയിലേക്ക് പോരുക. ഒരു സ്ത്രീ 65 വയസ്സ് പ്രായം വരും, വീർത്ത മുഖവുമായിട്ട് മുമ്പിൽ. തൊട്ടു പുറകെ 60-കാരൻ കെട്ടിയവൻ വീർപ്പിച്ച മുഖമായിട്ട് പിമ്പിൽ. ഞാൻ ചോദിച്ചു, ചേട്ടാ 50 നോയമ്പിലെ വെള്ളിയാഴ്ചയല്ലേ, കുരിശിൻ്റെ വഴിക്ക് പോകുന്നില്ലേ? ചേട്ടൻ പറഞ്ഞു, ആ വഴിക്ക് തന്നെ അച്ഛാ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. കുരിശ് മുമ്പിലും പോകുന്നു, കുരിശിൻ്റെ വഴിക്ക് ചേട്ടനും പോകുന്നു. ആദ്യം നന്നായി ആരംഭിച്ച് പിന്നെ തണുത്തു പോകുന്ന, മരവിച്ചു പോകുന്ന ജീവിത ബന്ധങ്ങൾ. ഇവിടെയാണ് യേശു കൊണ്ടോ ലഹരി. പ്രിയപ്പെട്ടവരെ, 3 ആത്മീയ ചിന്തകൾ കാനായിലെ കല്യാണസദ്യയിൽ നിന്നും നമ്മൾ എടുക്കുന്നു. 1,
ഒന്നാമത്തെ ചിന്ത, ജീവിതത്തിൽ നിങ്ങൾക്കോ എനിക്കോ പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹാരം തരുന്നവൻ പന്തലിൻ്റെ പുറത്തല്ല, പന്തലിൻ്റെ അകത്താണ്. ഇതാണ് ഒന്നാമത്തെ ചിന്ത. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹാരം തരുന്നവൻ പന്തലിൻ്റെ പുറത്തല്ല, പന്തലിൻ്റെ അകത്താണ്. വേദപുസ്തകത്തിലേക്ക് വെറുതെ ഇരുന്ന് വായിക്കുക, കുടുംബ പ്രാർത്ഥനയിൽ ഒരുമിച്ച് ചേരുക, ഞായറാഴ്ചത്തെ ആരാധനയിൽ തിരുവത്താഴ ശുശ്രൂഷയിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ നീറരുത്, ഓടരുത്. പരിഹാരം തരുന്നവൻ പന്തലിൻ്റെ അകത്തുണ്ട്, പന്തലിൻ്റെ അകത്തുണ്ട്. രണ്ടാമത്തെ ഒരാത്മീയ ചിന്ത, ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പ്രതിസന്ധികൾ നേരിടുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റണോ, കർത്താവിനെ മുൻകൂട്ടി ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റണോ, തകരാതിരിക്കണോ, ക്രിസ്തുവിനെ മുൻകൂട്ടി ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. ദൈവത്തോട് നിരന്തര ബന്ധമുള്ള വ്യക്തി ഒരിക്കലും തളരുകയില്ല. 125 സങ്കീർത്തനം